സ്റ്റുഡൻസ്, എ സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫ് എന്നുള്ള പോമാണ്. ബിഫോർ മൂവിങ് ടു ദി പോം, റീഡ് ആൻഡ് എൻജോയ്. We have read about a few great personalities and identified some of the qualities of greatness. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്, അതുപോലെ തന്നെ നമ്മളുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സർ, ഇവരുടെയൊക്കെ സ്റ്റോറീസ് നമ്മൾ പഠിച്ചിരുന്നല്ലേ. അപ്പോൾ മുന്നത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്, ഗ്രേറ്റ് എന്ന് വെച്ചാൽ മഹത്തായ, പേഴ്സണാലിറ്റീസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വ്യക്തിത്വങ്ങൾ. ഓക്കെ, നമ്മൾ കുറേ മഹത്തായ വ്യക്തിത്വങ്ങളെ പഠിച്ചു. അതുപോലെ തന്നെ ആൻഡ് ഐഡൻറ്റിഫൈഡ് സം ഓഫ് ദി ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ്. ഐഡൻറ്റിഫൈഡ് മീൻസ് തിരിച്ചറിഞ്ഞു, ക്വാളിറ്റീസ് മീൻസ് ഗുണങ്ങൾ, ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് വെച്ചാൽ മഹത്വം. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു, അതിലൂടെ നമ്മൾ ആ ചാപ്റ്ററിലൂടെ ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു. എന്താ തിരിച്ചറിഞ്ഞത്? മഹത്വത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു. If is a didactic poem which suggests us the idea of conditional fulfillment, where the poet describes the traits of the perfect man. അപ്പോൾ if എന്ന് പറയുന്നത് ഡൈഡാക്റ്റിക് എന്നുള്ള ടേമിൻ്റെ മീനിങ് ഉപദേശപരമായിട്ടുള്ളതാണ്, ഉപദേശിക്കുന്ന രീതിയിലുള്ളൊരു പോയമാണ്. വിച്ച് സജസ്റ്റ്സ് ദ ഐഡിയ ഓഫ് കണ്ടീഷണൽ ഫുൾഫിൽമെൻറ്റ്. ഈ പോയം നിർദ്ദേശിക്കുന്നത് എന്താണ്? കണ്ടീഷണൽ ഫുൾഫിൽമെൻറ്റ് എന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു നിബന്ധന വച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതായത് ഒരു കാര്യം നിറവേറ്റണം എന്നുണ്ടെങ്കിൽ കുറച്ച് നിബന്ധനകൾ, കുറച്ച് കണ്ടീഷൻസിൻ്റെ മേലായിരിക്കണം നമ്മൾ ആ കാര്യത്തിലോട്ട് പോകേണ്ടത് എന്നാണ് കണ്ടീഷണൽ ഫുൾഫിൽമെൻറ്റ് എന്നുള്ള ടേമിൻ്റെ മീനിങ്. വേർ ദി പോയറ്റ് ഡിസ്ക്രൈബ്സ് ദി ട്രേറ്റ്സ് ഓഫ് ദി പെർഫെക്റ്റ് മാൻ. ഈഫ് എന്നുള്ള പോയത്തിൽ പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ട്രേറ്റ്സ് ഓഫ് ദി പെർഫെക്റ്റ് മാൻ, ഒരു പെർഫെക്റ്റ് മാൻ ആവാനുള്ളത്, എല്ലാം തികഞ്ഞൊരു വ്യക്തി ആവാനുള്ള ഗുണങ്ങൾ. അപ്പോൾ ഈ പോയറ്റ് ഉണ്ടല്ലോ, പെർഫെക്റ്റ് മാൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം തികഞ്ഞ വ്യക്തി എന്നല്ല. ലൈക്ക് പെർഫെക്റ്റ് എന്നുള്ള ടേം ഇവിടെ തികഞ്ഞത് എന്നല്ല ഉദ്ദേശിക്കുന്നത്, നല്ലൊരു വ്യക്തി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നല്ലൊരു വ്യക്തി ആവണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കണം. അതായത് നമ്മളെ കുറിച്ച് ബാക്കിയുള്ളവർ പറയുന്ന കുറേ നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ പരിഗണിച്ച് അതിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നല്ലൊരു വ്യക്തിയാവണം. അതുപോലെ തന്നെ ചില കാര്യങ്ങളൊന്നും പരിഗണിക്കാതെയും ഇരിക്കണം. നല്ലൊരു വ്യക്തിയാവാൻ കഴിയുക എന്നുള്ളൊരു ഉപദേശമാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത് കേട്ടോ. പോയറ്റ് എൻജോയ് റീഡിങ് ദി പോയം. ഇനി ആ പോയം എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. ഈഫ് എന്നുള്ള പോയത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് കേട്ടോ. ഈ പോയത്തിൻ്റെ തീമായിട്ട് വരുന്നത് ഫാദർ അഡ്വൈസസ് ഹിസ് സൺ ടു ലീവ് ലൈഫ് വിത്ത് കമ്പോഷർ ആൻഡ് ടു ഓൾവേസ് എക്സസൈസ് പേഷ്യൻസ് ആൻഡ് ഹോണസ്റ്റി. അപ്പോൾ എന്താ പറയുന്നത്? ഒരു ഫാദർ ഒരു മകനെ ഉപദേശിക്കുകയാണ്. എന്തിനെക്കുറിച്ചാണ് ഉപദേശിക്കുന്നത്? ലൈഫിൽ എപ്പോഴും കമ്പോഷറായിരിക്കാൻ, ശാന്തത പാലിക്കാൻ, അതുപോലെ തന്നെ ഓൾവേസ് എക്സസൈസ് പേഷ്യൻസ്, എപ്പോഴും ക്ഷമ പാലിക്കാൻ, ആൻഡ് ഹോണസ്റ്റി, സത്യസന്ധതയും പാലിക്കാനാണ് നിർദ്ദേശിക്കുന്നത്, മകന് നിർദ്ദേശം കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പോയത്തിൽ ഉടനീളം ഈഫ് എന്നുള്ള ടേം കാണാൻ പറ്റും. എന്തിനാണ് അത് പറയുന്നതെന്ന് വെച്ചാൽ, ഈഫ് ഇൻട്രൊഡ്യൂസസ് എ സീരീസ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു നിബന്ധന പ്രസ്താവനയാണ് ഈഫ് എന്നുള്ള ആ ടേം കൊണ്ട് ഈ ഒരു പോയത്തിൽ പറയുന്നത് കേട്ടോ. ഓരോ നിബന്ധനകൾ വെച്ചിട്ട് ഇങ്ങനെയാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്താൽ, വീണ്ടും വീണ്ടും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഓരോ ലൈൻസിലും. ഡ്രാമാറ്റിക് മോണോലോഗ് എന്ന് വെച്ചാൽ ഒരു വ്യക്തി തനിയെ സംസാരിക്കുന്ന സംഭാഷണത്തിനാണ് മോണോലോഗ് എന്ന് പറയുന്നത്. സ്പീച്ച് ഡെലിവേർഡ് ബൈ ഫാദർ ടു സൺ, ഒരു അച്ഛൻ തൻ്റെ മകന് കൊടുക്കുന്ന ഒരു അഡ്വൈസ് പോലെയാണ് ഈ ഒരു പോയത്തിലുള്ളത്. ഇവിടെ ഫാദർ ആണ് സ്പീക്കർ ആൻഡ് സൺ ഈസ് ദി ലിസണർ. ഓക്കെ, ഈ ഒരു പോയത്തിൻ്റെ ടോൺ വരുന്നത് ഡൈഡാക്റ്റിക് ആൻഡ് പെട്ടേണൽ ഉപദേശം, ഒരു പാരന്റൽ ഉപദേശം. ഓക്കെ, സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ, യു എന്നുള്ള ടേം യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പോയത്തിൽ ഇഫ് യു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ യു എന്ന് പോയിട്ട് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതായത് ഇവിടെ സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ വെൻ ദി നെറേറ്റർ അഡ്രസ്സസ് ദി റീഡർ ഡയറക്റ്റ്ലി യൂസിങ് ദി പ്രൊനൗൺ യു.
ഓക്കെ, പ്രോനോൺ ആയിട്ടുള്ള. പ്രോനോൺ എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന പദത്തിനെയാണ് പ്രോനോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യു എന്നുള്ള പ്രോനോൺ യൂസ് ചെയ്തിട്ട് നറേറ്റർ ഇങ്ങനെ റീഡേഴ്സിനെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പോയത്തിൽ നിങ്ങൾക്ക് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും, പോയത്തിലോട്ട് കടക്കുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ്, പോയത്തിൻ്റെ ലാസ്റ്റ് ഇത് സണ്ണിനുള്ള ഉപദേശമായിട്ടും വരുന്നുണ്ട്. ഓക്കെ, സൺ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൈ സൺ എന്ന് പറയുന്ന അവസാനിക്കുന്ന ലൈനിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയം നമുക്ക് ഫസ്റ്റൊക്കെ വായിക്കുമ്പോൾ റീഡറിനുള്ള ഒരു ഉപദേശം പോലെ തോന്നും. ലാസ്റ്റ് നമുക്ക് വരുമ്പോൾ ഇത് സണ്ണ്, മകനോടുള്ള ഒരു ഉപദേശമാണ് എന്ന് പോയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ റൈം സ്കീം, ഇതിൽ വരുന്ന റൈം സ്കീം ABCD റൈം സ്കീമാണ്. ആൻഡ് അയാംബിക് പെൻഡാമീറ്റർ, ABCD റൈമിംഗ് സ്കീം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു സ്റ്റാൻസയുടെ ഫസ്റ്റ് ലൈനിലെ ലാസ്റ്റത്തെ വേർഡും തേർഡ് ലൈനിലെ ലാസ്റ്റത്തെ വേർഡും റൈമിംഗ് വേർഡായിട്ട് പോകും. അതുപോലെ തന്നെ CD എന്ന് വെച്ചാൽ സെക്കൻഡ് ലൈനിലെ ലാസ്റ്റ് വേർഡും ഫോർത്ത് ലൈനിലെ ലാസ്റ്റ് വേർഡും റൈമിംഗ് വേർഡ്സ് ആയിരിക്കും. ഓക്കെ, അത് നമ്മൾക്ക് പോം റീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തരാം. അയാംബിക് പെൻഡാമീറ്റർ എന്ന് പറഞ്ഞാൽ എ ലൈൻ ഓഫ് വേർഡ്സ് വിത്ത് 5 metrical feet, ഈച്ച് കൺസിസ്റ്റ് ഓഫ് 1 unstressed syllable ഫോളോഡ് ബൈ സ്ട്രെസ്ഡ് സിലബിൾ. സിലബിൾ എന്ന് വെച്ചാൽ അക്ഷരം അല്ലെങ്കിൽ സ്വരം. ഓക്കെ, ഒരു അൺസ്ട്രെസ്ഡ് സിലബിൾ ഉണ്ടാവും, അതിനെ ഫോളോ ചെയ്തിട്ടൊരു സ്ട്രെസ്ഡ് സിലബിൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് പോയത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഓക്കെ, ഈഫ് ബൈ റെഡിയർഡ് കിപ്ലിംഗ്. സോ ലെറ്റ്സ് മൂവ് ടു ദി പോം. If you can keep your head when all about you are losing theirs and blaming it on you, if you can trust yourself when all men doubt you but make allowance for their doubting too. ഈ പോയത്തിൽ നിങ്ങൾക്ക് ഉടനീളം ഈഫ് എന്നുള്ള ടേം കാണാൻ പറ്റും. ഇവിടെ ഈഫ് എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് നിനക്ക് പറ്റുമെങ്കിൽ എന്നുള്ള രീതിയിലാണ് പോയിട്ട് സണ്ണിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ നിനക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈൻ നോക്കാം. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ എബൌട്ട് യു ആർ ലൂസിങ് ദെയേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. ഇവിടെ കീപ് യുവർ ഹെഡ് എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് കീപ് കാം ഓർ കമ്പോഷർ, ശാന്തത നിലനിർത്തുക, ശാന്തമായിരിക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത് കേട്ടോ. കീപ് യുവർ ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ശാന്തമായിരിക്കാൻ പറ്റുമെങ്കിൽ. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ്, നിനക്ക് ശാന്തമായിരിക്കാൻ പറ്റുമെങ്കിൽ. വെൻ ഓൾ എബൌട്ട് യു, ഇവിടെ ഓൾ എബൌട്ട് യു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറൗണ്ട് യു എന്നാണ്, നിൻ്റെ ചുറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആർ ലൂസിങ് ദെയേഴ്സ്, അവർക്ക് ശാന്തത ഇല്ലാതാവുന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ്, ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു, അവർ നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ. ഓക്കെ, ആൻഡ് ബ്ലെയിമിംഗ് എന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തുക എന്നാണ്. അപ്പോൾ ഈ 2 ലൈൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിൻ്റെ ചുറ്റുമുള്ളവർക്ക് ശാന്തത നഷ്ടപ്പെടുന്ന ഒരു സമയത്ത് നിനക്ക് ശാന്തമായിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഒരു പെർഫെക്റ്റ് മാൻ്റെ ഉദാഹരണം എന്നുള്ള രീതിയിൽ പറയണം കേട്ടോ. അപ്പോൾ പോയറ്റ് പറയുന്നത് എന്താണ്, നല്ലൊരു ഹ്യൂമൻ ബീങ് ആവാൻ വേണ്ടിയിട്ട് നീ നിന്നെ കാമാക്കി വെക്കണം. ഇവിടെ എന്തുകൊണ്ടാണ് പോയറ്റ് കാമായിട്ടിരിക്കാൻ പറയുന്നത്? ദേഷ്യത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ ഒരു പ്രോബ്ലത്തിൻ്റെ തീവ്രത ഉയരുകയാണ് ചെയ്യുക. അതിന് പകരം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ കാമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വയസ്സായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. If you can trust yourself when all men doubt you, but make allowance for their doubting too. അപ്പോൾ അടുത്ത ലൈനിൽ എന്താ പറയുന്നത്? ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, നിനക്ക് നിന്നെ വിശ്വാസമുണ്ടെങ്കിൽ. ഓക്കെ, നിനക്ക് നിൻ്റെ കഴിവുകളിൽ വിശ്വാസമുണ്ടെങ്കിൽ. വെൻ ഓൾ മെൻ ഡൗട്ട് യു, നിൻ്റെ ചുറ്റുള്ളവരൊക്കെ നിന്നെ സംശയിക്കുമ്പോൾ, അതായത് നിനക്ക് കഴിവുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിൻ്റെ ചുറ്റുമുള്ളവരൊക്കെ നിന്നെ സംശയിക്കുമ്പോൾ. ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. പക്ഷേ ഇവിടെ മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അണ്ടർസ്റ്റാൻഡ് ദെയർ ഡൗട്ട്സ്, അവരുടെ ഡൗട്ട്സ് നീ മനസ്സിലാക്കുക എന്നാണ് കേട്ടോ. അതായത് മൊത്തത്തിൽ പറയുമ്പോൾ പക്ഷേ അവരുടെ സംശയങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കണം, അല്ലെങ്കിൽ നീ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതിന് കുറച്ച് സ്പേസ് കൊടുക്കണം.
അപ്പോൾ ഈ ലൈൻസിൽ എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? നിൻ്റെ ചുറ്റുള്ളവർ നിന്നെ സംശയിക്കുമ്പോഴും നിനക്ക് നിന്നിൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ, ഓക്കെ, ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. പക്ഷേ അവരുടെ സംശയം നീ കണക്കിലെടുക്കണം, അല്ലെങ്കിൽ അതിനെ വില നൽകണം. അതെന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മൾ ഡൗട്ട് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ, എന്നെ ഡൗട്ട് ചെയ്യാൻ ഞാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഡൗട്ടുകൾക്ക് നമ്മളൊരു സ്പേസ് കൊടുക്കണം. If you can wait and not be tired by waiting. If you can wait, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയാൽ, and not be tired by waiting. വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടൊരു ടയേർഡ്നെസ് ഫീൽ ചെയ്യാൻ പാടില്ല. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് പേഷ്യൻ്റായിട്ട് ഭയങ്കര ക്ഷമയോട് കൂടി നമ്മൾക്ക് വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, ആ വെയിറ്റിംഗ് എന്നുള്ളത് നമുക്കൊരു ഇതാവരുത്, ബുദ്ധിമുട്ട്, ടയേർഡ്നെസ്. ആ വെയിറ്റിങ്ങുള്ളിൽ നമ്മൾക്ക് ടയേർഡ്നെസ് ഫീൽ ചെയ്യാൻ പാടില്ല. ലൈക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും, അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്ക് ക്ഷമയില്ലാണ്ടിരുന്ന നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഒരു ഉപദേശം പോലെ കൊടുക്കുകയാണ്. ലൈക്ക് പ്രോവർബിൽ പറയില്ലേ, ഹറി വിൽ ബറി യു. ഓർ ബീങ് ലൈഡ് അബൌട്ട്, ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. അപ്പോൾ എന്താ പറയുന്നത്? നിങ്ങളെക്കുറിച്ച്, ഓർ ബീങ് ലൈഡ് അബൌട്ട്, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ നുണ പറഞ്ഞേക്കാം. വേറൊരു വ്യക്തിനോട് നിങ്ങളെക്കുറിച്ച് നുണയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഡോണ്ട് ഡീൽ ഇൻ ലൈസ്, ബട്ട് നിങ്ങൾ നുണ പറയാൻ പാടില്ല, നിങ്ങൾ നുണയിലോട്ട് പോകരുത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഓ ബീങ് ഹേറ്റഡ്, ഡോണ്ട് ഗീവ് വേ ടു ഹേറ്റിംഗ്. നിങ്ങളെ മറ്റുള്ളവർ വെറുത്തേക്കാം, പക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ വെറുക്കരുത്. ഓക്കെ, ഇതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പോയിട്ട് എന്തുകൊണ്ടാണ് ലൈ ചെയ്യരുതെന്ന് പറയുന്നത്? കാരണം ഒരു നുണ പറഞ്ഞാൽ അത് എന്തായാലും പിടിക്കപ്പെടും. നമ്മളൊരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും ആളുകൾ അറിയും കുറച്ച് കാലം കഴിഞ്ഞിട്ട് അത് നുണയായിരുന്നു എന്നാണ്. അതിനുശേഷം പിന്നെ ആരും നമ്മളെ ട്രസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മളൊരു നല്ലൊരു മനുഷ്യനാവണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ട്രസ്റ്റ് ഉണ്ടാവുക നുണ പറയാണ്ടിരുന്നാലാണ് എന്ന് ഒരു ഉപദേശം കൊടുക്കുകയാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് പിന്നെ പറയുന്നത് ഹേറ്റിങ്, നമ്മൾ ബാക്കിയുള്ളവരെ വെറുക്കരുത്. പിന്നെ വെറുപ്പ് എന്ന് പറയുന്നത് മനസ്സിൽ കുറേ അസൂയയും കുശുമ്പും ഒക്കെ വരുത്താം, നമ്മളെ തന്നെ കളങ്കമാക്കി കളയാവുന്ന ഒരു ഫീലിംഗ് ആണ് വെറുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടെങ്കിലും നല്ലൊരു മനുഷ്യനാവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ്, നോ ടോക്ക് ടു വൈസ്. അപ്പോൾ എന്താ പറയുന്നത്? ആൻഡ് ഇറ്റ്, എങ്കിലും, അതായത് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ മുമ്പത്തെ ലൈൻസിലൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും നിങ്ങൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാലും ഡോണ്ട് ലുക്ക് ടു ഗുഡ്, നമ്മൾ വളരെയധികം നല്ലവനായൊരു വ്യക്തി ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. നോ ടോക്ക് ടു വൈസ്, നല്ല ബുദ്ധിമാനായിട്ടുള്ള വ്യക്തിയെ പോലെ സംസാരിക്കാനും പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഈ ഒരു ക്വാളിറ്റീസൊക്കെ ലൈക്ക് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ നുണ പറയില്ല, നമ്മൾ ബാക്കിയുള്ളവരെ വെറുക്കില്ല, അങ്ങനത്തെ എല്ലാ ക്വാളിറ്റീസും നമ്മൾ ഗെയിൻ ചെയ്തെങ്കിലും നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോട് നല്ലവനായ രീതിയിലും അതുപോലെ തന്നെ അതിബുദ്ധിമാന്മാരായ രീതിയിലും സംസാരിക്കരുത് എന്നാണ് പറയുന്നത്. റിതമിക് വേർഡ്സ് അതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസയിൽ വരുന്ന പോയറ്റിക് ഡിവൈസസ് കാര്യങ്ങളൊക്കെ നോക്കാം. അനഫുറ, റിപ്പീറ്റഡ് യൂസ് ഓഫ് ഇഫ് യു ക്യാൻ. അനഫുറ എന്ന് വെച്ചാൽ നമ്മൾ ഒരു വാക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇഫ് യു ക്യാൻ എന്നുള്ള ടേം റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഡ്രീംസ് ആർ പേഴ്സോണിഫൈഡ് ആസ് സംതിങ് ദാറ്റ് ക്യാൻ മാസ്റ്റർ യു. പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ മനുഷ്യരല്ലാത്ത വസ്തുക്കളെ മനുഷ്യ സഹജമായിട്ടുള്ള ഗുണങ്ങൾ നൽകുന്നതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. മെറ്റഫോർ, വിന്നിങ്സ് ആൻഡ് പിച്ച് ആൻഡ് ടോസ് റിപ്രസെൻറ്റ് റിസ്ക് ആൻഡ് പൊട്ടൻഷ്യൽ ലോസസ്. മെറ്റഫോർ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെയോ ആശയത്തെയോ മറ്റൊരു വസ്തുവോ ആശയവുമായിട്ട് താരതമ്യം ചെയ്യുന്നതിനാണ് മെറ്റഫോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വിന്നിങ് ആൻഡ് പിച്ച് ആൻഡ് ടോസ് എന്നുള്ളത് റിപ്രസെൻ്റ് ചെയ്യുന്നത് റിസ്ക് ആൻഡ് പൊട്ടൻഷ്യൽ ലോസസ് എന്നാണ് കേട്ടോ. പിന്നെ എൻചാൻമെൻ്റ് ഉണ്ട്, അത് ലൈൻ 1 and 2 വരുന്നത്. എൻചാൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഒരു വരിയിൽ ഒതുക്കാതെ നെക്സ്റ്റ് ലൈനിലോട്ട് ക്യാരി ഓൺ ചെയ്യുന്നതിനാണ് എൻചാൻമെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഫസ്റ്റത്തെ 2 ലൈന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അത് മുഴുവിപ്പിക്കാതെയാണ് നെക്സ്റ്റ് ലൈനിലാണ് മൊത്തം കൊടുന്ന് നിർത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 ലൈന് നോക്കിയാലും മനസ്സിലാവും. ഓക്കെ, അലിറ്ററേഷൻ, ക്യാൻ, കീപ്പ്, ഡോണ്ട്, ഡീൽ. പിന്നെ ലൈൻ 8 വരുന്നുണ്ട് കേട്ടോ.
അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ശബ്ദാവർത്തനം, അതായത് ഒരു ശബ്ദം അടുത്ത വാക്കുകളിൽ വരുന്നതിനാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ക്യാൻ, കീപ്പ്, ആ ഖ സൗണ്ട് വരുന്നത്. ഓക്കെ, ഡോൺ, ഡീൽ, ഡ സൗണ്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ ലൈൻ 8 ഉണ്ട്. ഇവിടെ 8th ലൈനിൽ വരുന്ന അലിട്രേഷൻ എന്ന് പറയുന്നത് ടോക്ക് ടു, ട് സൗണ്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് അസൊണൻസ്. ലൈൻ 6 and 8 അസൊണൻസ് ഉള്ളത്. അസൊണൻസ് എന്ന് വെച്ചാൽ സെയിം അല്ലെങ്കിൽ സിമിലർ വൊവൽ സൗണ്ട് ഒരു ലൈനിൻ്റെ അടുത്തടുത്ത വേർഡ്സിൽ വരുന്നതിനാണ് അസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 6th ലൈനിൽ ഓർ, എബൌട്ട്, ഡോണ്ട്, അവിടെയൊക്കെ ഓ വരുന്നുണ്ട്. കണ്ടോ നിങ്ങൾ, ആ ഒരു ശബ്ദം വവൽ സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി 8th ലൈനിൽ ഡോണ്ട് ലുക്ക് ടു ഗുഡ്, നോർ ടോക്ക് ടു, ഒക്കെ ഓ എന്നുള്ള വവൽ സൗണ്ട് വരുന്നുണ്ട്. ഇവിടെ ടോക്ക് എന്നുള്ളത് ടാൽക്ക് എന്നുള്ള പറയുന്നത് ടോക്ക് എന്നാണ്. അപ്പോൾ ഓ എന്നുള്ളതിൻ്റെ വവൽ സൗണ്ട് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ 1 വരുന്ന റൈമിംഗ് വേർഡ്സ് യു, ടു, വെയിറ്റിംഗ്, ഹേറ്റിംഗ്, ലൈസ്, വൈസ്. നമ്മൾ സെക്കൻഡ് സ്റ്റാൻസയാണ് നോക്കാൻ പോകുന്നത്. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഇഫ് യു ക്യാൻ ഡ്രീം, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ, ഡ്രീംസിനെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളെ മാസ്റ്ററാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ പറയുന്നത് നമ്മൾക്കൊരു സ്വപ്നത്തെ റിയാലിറ്റിയിലോട്ട് ആക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾക്കൊരു വലിയ കാര്യം ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണണമല്ലോ, എനിക്ക് ഇന്നതിലെത്തണം എന്നുള്ള ഒരു സ്വപ്നം നമ്മളിതിലുണ്ടാവണം. ഓക്കെ എന്നാണ് പറയുന്നത്. ആ സ്വപ്നം നിനക്കാവാൻ പറ്റുന്നില്ലെങ്കിൽ, അതായത് നിനക്ക് ആ സ്വപ്നത്തെ മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല, അതായത് ചിലവരുണ്ടല്ലോ ആ സ്വപ്നത്തിൻ്റെ ഉള്ളിൽ മാത്രം ജീവിക്കാതെ റിയാലിറ്റി ആക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ട്. അപ്പോൾ അങ്ങനെ ആവരുത് എന്നാണ് പറയുന്നത്. ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. ഇഫ് യു ക്യാൻ തിങ്ക്, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം, ആ ചിന്തകൾ മാത്രമാവരുത് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ ആ ചിന്തയിൽ മാത്രം ഒതുങ്ങരുത്, അതൊരു പ്രാവർത്തികമാക്കണം. ആ ചിന്ത നിങ്ങൾ ഒരു ആക്ഷനാക്കി മാറ്റണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് triumphs and disaster and treat those two impostors just the same. അപ്പോൾ എന്താ പറയുന്നത്, ഇഫ് യു ക്യാൻ മീറ്റ്, നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, വിത്ത് ട്രയാംസ് ആൻഡ് ഡിസാസ്റ്റർ. ട്രയാംസ് എന്നുള്ള ഇവിടെ ഉദ്ദേശിക്കുന്നത് വിജയം അല്ലെങ്കിൽ സക്സസ്, ജോയ്, ഗുഡ് ടൈം, ഇതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ട്രയാംസ് ഉണ്ട്. ഓക്കെ, ഒരു സക്സസ്, ജോയ്, ഗുഡ് ടൈം. ഓക്കെ, ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ്, ഫെയിലിയർ, സോറോ, ബാഡ് ടൈം, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, സക്സസും ഫെയിലിയറും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ഇവിടെ ടു ഇമ്പോസ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രയാംസും അതുപോലെ തന്നെ ഡിസാസ്റ്ററുമാണ്, സക്സസും ഫെയിലിയറിനെയാണ് കേട്ടോ. അതിന് സെയിം ആക്കി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിന് ഒരുപോലെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോസ്റ്റേഴ്സിൻ്റെ മീനിങ് കൊടുത്തിട്ടുള്ളത് എ പേഴ്സൺ ഹൂ പ്രിറ്റൻസ് ടു ബി സംവൺ എൽസ്, വേറൊരാളായി നടിക്കുന്ന വ്യക്തി എന്നാണ്. ഒരു ചീറ്റർ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതായത് ഇവിടെ പോയിന്റ് ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു സക്സസ് വരുമ്പോൾ, ഒരു ചെറിയ സക്സസ് വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി ആവാൻ പാടില്ല. കാരണം നമ്മൾ ഫെർദർ സക്സസ്സിലോട്ടുള്ളൊരു ഇത് കുറഞ്ഞു പോകും. നമുക്ക് അവിടെ ആ ഒരു വലിയ ഗോളിൽ അച്ചീവ് ചെയ്യണം എന്നുള്ള ആ ഒരു ചാൻസ് കുറഞ്ഞു പോകും നമ്മൾ ചെറിയ കാര്യത്തിൽ തന്നെ ഭയങ്കര ഹാപ്പി ആയാൽ എന്നാണ്. നെക്സ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരു ഫെയിലിയർ വരികയാണ്, അപ്പോൾ ഭയങ്കര സാഡായിട്ട് പോകാനും പാടില്ല. കാരണം നമ്മളുടെ കോൺഫിഡൻസും ഇതൊക്കെ അതുകൊണ്ട് ഇല്ലാതെ ആവും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും, സക്സസും ഫെയിലിയറും ഒരു തടസ്സമാവും. ടൂ മച്ച് ആയാൽ, ഭയങ്കര ഓവറായി കഴിഞ്ഞാൽ നമ്മളുടെ ഗോളിലോട്ട് അതൊരു തടസ്സമാവും. ഒരു ചീറ്ററിനെ പോലെയാണ്. അത് രണ്ടിലും നമ്മൾ പെട്ടുപോയാൽ, ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ, twisted by knaves to make a trap for fools. അപ്പോൾ എന്താ പറയുന്നത്, ഇഫ് യു ക്യാൻ ബെയർ എന്നുള്ള ടേമിൻ്റെ മീനിങ് സഹിക്കാൻ. ഓക്കെ, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ടു ഹിയർ ദി ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ട്രൂത്ത്, സത്യം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഏത് സിറ്റുവേഷനിലാണ് സഹിക്കേണ്ടത് എന്നുള്ളത് നെക്സ്റ്റ് ലൈനിലാണ് പറയുന്നത്.
ട്വിസ്റ്റഡ് ബൈ നേവ്സ് ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്. നേവ്സ് എന്നുള്ള ടേമിൻ്റെ മീനിങ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ഡിസ്ഹോണസ്റ്റ് മാൻ. ഓക്കെ, അപ്പോൾ ഒരു ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള വ്യക്തി, അദ്ദേഹം നിങ്ങൾ പറഞ്ഞിട്ടുള്ള ട്രൂത്ത്, സത്യമായിട്ടുള്ള വാക്ക് ട്വിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റി പറയാം. നിങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു വാക്ക് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ, അതായത് ഈ ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള ആ വ്യക്തിക്ക് വേണ്ട രീതിയിൽ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയണം എന്ന് പറയുന്നത്. ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾ, എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് മാറ്റി പറയുന്നത്? ചില വിഡ്ഢികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം ഒരു ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള വ്യക്തി ബാക്കിയുള്ളവരോട് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ ആൻഡ് സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് വോൺ ഔട്ട് ടൂൾസ്. അപ്പം എന്താ പറയുന്നത്? വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു. നിങ്ങൾ ഭയങ്കരമായിട്ട് ടൈമും എഫേർട്ടും നിങ്ങളുടെ ജീവിതം അടക്കം നൽകി ഉണ്ടാക്കിയ ഒരു സാധനം നിങ്ങളെ വിട്ടുപോയാൽ, അല്ലെങ്കിൽ അത് ബ്രോക്കൺ ആയാൽ, പൊട്ടി തകർന്നാൽ, അപ്പോഴെന്ത് ചെയ്യണം? സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് വോൺ ഔട്ട് ടൂൾസ്. സ്റ്റൂപ്പ് എന്നുള്ള ടേമിൻ്റെ മീനിങ് കുനിയുക, അത് കുനിയുക. ആൻഡ് ബിൽഡ് ദം അപ്പ്, അത് എടുത്തിട്ട് വീണ്ടും നിർമ്മിക്കുക. വോൺ ഔട്ട് ടൂൾസ്. വോൺ ഔട്ട് ടൂൾസ് എന്ന് വെച്ചാൽ ഉപയോഗിച്ച് തേഞ്ഞ് പഴകിയ ഉപകരണങ്ങൾക്കാണ് വോൺ ഔട്ട് ടൂൾസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. അതിപ്പോൾ തകർന്നു പോയി എന്ന് കരുതിയിട്ടും നമ്മൾ വീണ്ടും നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് പോയറ്റ് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസയിൽ വരുന്ന പോയറ്റിക് ഡിവൈസസ് നോക്കാം. പേഴ്സോണിഫിക്കേഷൻ. ഇഫ് യു ക്യാൻ മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഡ്രീംസിനെ മാസ്റ്റർ എന്നുള്ള ടേമിലോട്ട് പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട്. പാരഡോക്സ് എന്ന് വെച്ചാൽ, അതായത് ഒരു ആഴത്തിലുള്ള ഒരു സത്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് പരസ്പര ബന്ധമില്ലാത്ത ആശയങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രിയാംസ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. അപ്പോൾ നമുക്ക് അറിയാം വിന്നിങ് അതുപോലെ തന്നെ ലൂസിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗുഡ് ഓർ ബാഡ് ടൈം എന്ന് പറയുന്നത് ഉണ്ട്, ലൈഫിലുള്ള കാര്യങ്ങളാണ്. നല്ല സമയമുണ്ട്, ചീത്ത സമയമുണ്ട്. അതിനെ ഒരു ചീറ്റർ എന്നുള്ള രീതിയിൽ കവി പറയാണ്. ഓക്കെ, അതായത് ഒരു ബന്ധമില്ലാത്ത പക്ഷെ ഒരു സത്യമായിട്ടുള്ള കാര്യം അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ മെറ്റഫോർ. ട്രിയാംസ് ആൻഡ് ഡിസാസ്റ്റർ കമ്പയർ ടു ഇമ്പോസ്റ്റേഴ്സായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റാൻസയിൽ വരുന്ന റൈമിംഗ് വേർഡ്സ്: മാസ്റ്റർ, ഡിസാസ്റ്റർ, എയിം, സെയിം, സ്പോക്കൺ, ബ്രോക്കൺ, ഫൂൾസ്, ടൂൾസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. If you can make one heap of all your winnings and risk it on one turn of pitch and toss, and lose and start again at your beginnings, and never breathe a word about your loss. If you can make one heap of all your winnings, നിങ്ങളുടെ നേട്ടത്തിൻ്റെ ഒരു കൂട്ടം എടുത്താൽ, ഓക്കെ, ഹീപ്പ് എന്ന് വെച്ചാൽ കൂട്ടം അല്ലെങ്കിൽ കൂമ്പാരം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നേട്ടത്തിൻ്റെ ഒരു കൂട്ടം എടുത്താൽ, ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. ഇവിടെ ഈ പിച്ച് ആൻഡ് ടോസ് എന്നുള്ളതൊരു ഗാംബ്ലിംഗ് ഗെയിം ഓഫ് ചാൻസ് ആണ് കേട്ടോ. നോർമലി എങ്ങനെ ആ ഗെയിം വരുന്നതെന്ന് വെച്ചാൽ, ഒരു കോയിന് ഗ്രൗണ്ടിലോട്ട് ഇടുന്നു, എന്നിട്ട് വ്യക്തികൾ ബെറ്റ് ചെയ്യുന്നു, ഹെഡാണ് വരിക, ടെയിലാണ് വരിക. അങ്ങനെയാണ് ആ ഒരു പിച്ച് ആൻഡ് ടോസ് എന്നുള്ള ഗെയിം ഉള്ളത്. അപ്പോൾ ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ റിസ്ക് ചെയ്യണം. റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ. നിങ്ങളുടെ വിന്നിങ്സൊക്കെ, നിങ്ങളുടെ നേട്ടങ്ങളൊക്കെ നിങ്ങൾ ഒറ്റ ടേണിൽ റിസ്ക് ചെയ്യാൻ റെഡി ആവണം എന്ന് പറയുന്നത്. ഒരു ഗാംബ്ലിംഗ് പോലെ ലൈഫിനെ പ്രസൻറ്റ് ചെയ്യാണ് കേട്ടോ. ഇവിടെ സിംബലൈസ് ചെയ്യുന്നത് ലൈഫ് ഓർ ഡെത്ത് ഗാംബ്ലിംഗ് ആണ്. ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് എഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്. അതിൽ നിങ്ങൾ തോറ്റേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം. ആൻഡ് സ്റ്റാർട്ട് എഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്. നിങ്ങൾ തുടക്കത്തിൽ എങ്ങനെയായിരുന്നോ അതുപോലെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നേടിയിട്ടുണ്ടാവാം, ബട്ട് അറ്റ് എ സിംഗിൾ ടൈമിൽ അത് നിങ്ങൾക്ക് ഇല്ലാതാവുന്നൊരു അവസ്ഥ വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ബിഗിനിങ്ങിൽ നിന്ന്, നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് എബൌട്ട് യുവർ ലോസ്. അപ്പോൾ ഇവിടെ നെവർ ബ്രീത്ത് എ വേർഡ് എന്ന് പറയുന്നത് ഒരു ഇഡിയമാണ്, വിച്ച് മീൻസ് ദാറ്റ് നോട്ട് ടു റിവീൽ
എ സീക്രട്ട് ഓർ കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ ടു എനി വൺ. ഓക്കെ, അപ്പോൾ അതായത് മറ്റുള്ളവരോട് പറയാതിരിക്കുക എന്നാണ് ഇവിടെ ബ്രീത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. നിങ്ങളുടെ പരാജയത്തെക്കുറിച്ച് ഒരു വേർഡ് പോലും പറയാതെ നിങ്ങൾ ഇരിക്കണം, കാമായിട്ട് ഇരിക്കാൻ കഴിയണം എന്നാണ് പറയുന്നത്. ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ to serve your turn long after they are gone, and so hold on when there is nothing in you except the will which says to them, hold on. ഈ 4 ലൈൻസിൽ നമ്മളുടെ മെൻ്റൽ സ്ട്രെങ്ത്തിനെയും വിൽ പവറിനെയും ഒക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ. ഈ ഹാർട്ട്, നെർവ് ആൻഡ് സിന്യൂ എന്നുള്ളത് നമ്മളുടെ ബോഡി പാർട്സ് ആണ് കേട്ടോ. ഹാർട്ട്, ഹൃദയം, നെർവ്, അതുപോലെ തന്നെ സിന്യൂ. സിന്യൂ എന്നുള്ള ടേം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് സംതിങ് ദാറ്റ് ഗീവ് സ്ട്രെങ്ത് ഓർ സപ്പോർട്ട്, നമുക്ക് ബലം നൽകുന്ന ഒരു സാധനമാണ് സിന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ ബോഡി പാർട്സിനെയൊക്കെ നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്തിനു വേണ്ടിയിട്ട്, ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ. ആ ഒരു ശക്തിയൊക്കെ ക്ഷയിച്ച് കഴിഞ്ഞതിന് ശേഷവും നിങ്ങളെ അവർ സെർവ് ചെയ്യണം. അതായത് നിങ്ങളുടെ ആ ടേണിന് വരുന്നവരെ നിങ്ങൾക്ക് എത്രത്തോളം ദൂരം പോകാനുണ്ടോ, അതായത് വിജയത്തിലോട്ട് എത്രത്തോളം ദൂരം പോകാനുണ്ടോ അവിടെ എത്തുന്നത് വരെ ഈ ബോഡി പാർട്സൊക്കെ നിങ്ങൾ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഈസ് നത്തിങ് ഇൻ യു. നിങ്ങളിതിൽ ഒന്നും ഇനി ബാക്കിയില്ല എന്ന് തോന്നുമ്പോൾ ഹോൾഡ് ഓൺ ചെയ്യണം, പിടിച്ചു നിൽക്കണം എന്ന് പറയുന്നത്. എക്സെപ്റ്റ് ദ വിൽ വിച്ച് സേസ് ടു ദം ഹോൾഡ് ഓൺ. അപ്പോൾ നിങ്ങളുടെ വിൽ പവർ, അതായത് നിങ്ങളുടെ മനഃശക്തി ഒക്കെ പറയണം. ഈ ബാക്കിയുള്ള ബോഡി പാർട്സൊക്കെ ക്ഷയിച്ച സമയത്ത് നിങ്ങളെ മനഃശക്തി ആ ബോഡി പാർട്സിനോട് പറയാണ് ഹോൾഡ് ഓൺ, പിടിച്ചു നിൽക്കണം എന്നുള്ളത്. അതായത് ഇവിടെ ഭയങ്കര മോട്ടിവേഷൻ തരുന്ന വേർഡ്സാണ്. അതായത് നിങ്ങൾ ഏറ്റവും തളർന്നു പോയ ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങളുടെ വിൽ പവർ നിങ്ങളോട് പറയണം ഹോൾഡ് ഓൺ ചെയ്യണം, പിടിച്ചു നിന്നേ പറ്റുള്ളൂ. സ്റ്റാൻസ 3 പേഴ്സോണിഫിക്കേഷൻ, ഹേർട്ട്, നെർവ് ആൻഡ് സിന്യൂ ആർ പേഴ്സോണിഫൈഡ് ആസ് ബീയിങ് ഏബിൾ ടു ബി ഫോഴ്സ്ഡ്. ഫോഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും, ഹ്യൂമൻ ക്യാരക്ടറായിട്ടുള്ള ഹോൾഡ്. ഓക്കെ, റൈമിംഗ് വേർഡ്സ്, വിന്നിങ്സ്, ബിഗിനിങ്സ്, ടോസ്, ലോസ്, സിന്യൂ, ഇൻ യു, ഗോൺ, ഓൺ. സിമ്പിൾ, പിച്ച് ആൻഡ് ടോസിനെ റിസ്ക് ഇൻ ലൈഫിൽ റിസ്ക് ആയിട്ട് പറയുന്നുണ്ട്. If you can talk with crowds and keep your virtue, or walk with kings nor lose the common touch. അപ്പോൾ എന്താ പറയുന്നത്, ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ്, നിനക്ക് ക്രൗഡ്സുമായി സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ക്രൗഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കോമൺ പീപ്പിൾ, സാധാരണക്കാരുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആൻഡ് കീപ്പ് യുവർ വെർച്യൂ. വെർച്യൂ എന്നുള്ള ടേമിൻ്റെ മീനിങ് നന്മ അല്ലെങ്കിൽ ഗുണം എന്നൊക്കെയാണ്. എന്നിട്ട് നിനക്ക് നിൻ്റെ ഗുണം കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓ വാക്ക് വിത്ത് കിങ്സ്, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കൂടെ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹൈ ക്ലാസ്സിലുള്ളവരുടെ കൂടെ നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നോ ലൂസ് ദി കോമൺ ടച്ച്, പക്ഷേ നിൻ്റെ കോമൺ പീപ്പിളിനോടുള്ള ടച്ചുകൾ അല്ലെങ്കിൽ സാധാരണക്കാരോടുള്ള നിൻ്റെ ടച്ച് നിനക്ക് കളയാതിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ പോയിറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ സാധാരണക്കാരുടെ കൂടെ നടക്കുമ്പോഴും നിൻ്റെ ഗുണങ്ങൾ കളയരുത്. അതുപോലെ തന്നെ നീ വലിയ ആളുകളുടെ കൂടെ, നീ നല്ല ഹൈ ക്ലാസ്സിലുള്ളവരുടെ കൂടെ നടക്കുമ്പോൾ നിൻ്റെ ആ കോമൺ സാധാരണക്കാരുടെ ആ ഒരു ഭാവവും നീ കളയരുത് എന്ന് പറയാണ് കേട്ടോ. ഇഫ് neither foes nor loving friends can hurt you, if all men count with you but none too much. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇഫ് നെതർ ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ശത്രുക്കളെയാണ്, എനിമീസിനാണ് ഫേഴ്സ് എന്ന് പറയുന്നത്. ലവിങ് ഫ്രണ്ട്സ്, നമ്മളെ സുഹൃത്തുക്കൾ, അതായത് നമ്മളെ ശത്രുക്കൾക്കും അതുപോലെ തന്നെ നമ്മളെ സുഹൃത്തുക്കൾക്കും നമ്മളെ ഹേർട്ട് ചെയ്യാൻ സാധിക്കരുത്, നമ്മളെ സങ്കടപ്പെടുത്താൻ കഴിയരുത് എന്ന് പറയുന്നത്. അത്രയും സ്ട്രോങ് ആയിരിക്കണം നമ്മൾ എന്ന് പറയുന്നത്. ഇഫ് ഓൾ മാൻ കൗണ്ട് വിത്ത് യു, ഇവിടെ കൗണ്ട് വിത്ത് യു എന്നുള്ളതൊരു ഇഡിയമാണ്, വിച്ച് മീൻസ് ഡിപ്പെൻഡിങ് ഓൺ യു. എല്ലാ ആളുകളും നിന്നെ ഡിപ്പെൻഡ് ചെയ്യണം, ബട്ട് നൺ ടു മച്ച്, പക്ഷേ അത് കൂടുതലാവാനും പാടില്ല. നിന്നെ ബാക്കിയുള്ളവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടുതലാവാനും പാടില്ല. അതായത് പോയിറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതോടുകൂടി ആരും നമ്മളെ ഹാം ചെയ്യാനും പാടില്ല എന്ന് പറയുന്നത്. ഇഫ് യു ക്യാൻ ഫിൽ ദി അൺഫോർഗിവിങ് മിനിറ്റ്
with 60 seconds worth of distance run. If you can fill the unforgiving minute, അതായത് സമയം ഇവിടെ ആരെയും വെയിറ്റ് ചെയ്യില്ല എന്ന് പറയുന്നത്. അതായത് സമയം ഇനി അഥവാ നമ്മൾ ആ ഒരു സമയം കളഞ്ഞു കഴിഞ്ഞാൽ അൺഫോർഗീവിങ് ആണ്, അതൊരിക്കലും നമുക്ക് മാപ്പ് തരില്ല. നമ്മൾ വെറുതെ സമയം കളഞ്ഞാൽ അതൊരിക്കലും മാപ്പ് തരില്ല എന്ന് പറയാം. സമയം വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം, പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കണം. വിത്ത് 60 സെക്കൻഡ്സ് വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. 60 സെക്കൻഡാണ് ഒരു മിനിറ്റ്. അതൊക്കെ ആ ഒരു ഓട്ടം എന്ന് പറയുന്നത് വേർത്താണ്. നമ്മൾ അത്രയും പ്രൊഡക്റ്റീവ് ആവണം. അപ്പോൾ ഇവിടെ പറയുന്നത് ടൈം ഈസ് പ്രിഷ്യസ്. സമയം ആരെയും വെയിറ്റ് ചെയ്യില്ല, നമ്മളത് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. സപ്പോസ് നമ്മളത് വേണ്ടാത്ത രീതിയിൽ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സമയം നമുക്ക് മാപ്പ് തരില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. യുവേഴ്സ് ഈസ് ദി എർത്ത് ആൻഡ് എവറിത്തിങ് ദാറ്റ്സ് ഇൻ ഇറ്റ്, ആൻഡ് വിച്ച് ഈസ് മോർ യു വിൽ ബി എ മാൻ മൈ സൺ. അപ്പോൾ പിന്നീട് പറയാണ് യുവേഴ്സ് ഈസ് എർത്ത്. അങ്ങനെ നീ ടൈമൊന്നും വേസ്റ്റ് ചെയ്തില്ല, ഇതുപോലെയൊക്കെ ആയാൽ, നീ ക്വാളിറ്റീസൊക്കെ നിനക്ക് ഉണ്ടായാൽ, യുവേഴ്സ് ഈസ് എർത്ത്, ഭൂമി നിൻ്റേതാണ്. അതായത് നിൻ്റെ അച്ചീവ്മെൻ്റ് എത്തി, നീ ഉദ്ദേശിക്കുന്ന കാര്യം നീ അച്ചീവ് ചെയ്തു. ആൻഡ് എവ്രിതിങ് ദാറ്റ്സ് ഇൻ ഇറ്റ്, അതിലുള്ളതെല്ലാം നിൻ്റേതാണ്. നീ വേൾഡിൻ്റെ ടോപ്പിലെത്തി എന്നാണ് പറയുന്നത്. ആൻഡ് വിച്ച് ഈസ് മോർ, അതിലുപരി യു വിൽ ബി എ മാൻ. ഇവിടെ മാൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് മാൻ എന്നാണ് കേട്ടോ. അതായത് നീ ഒരു തികഞ്ഞ വ്യക്തിയായി. മൈ സൺ, ലാസ്റ്റത്തെ ലൈനിലാണ് പറയണത് മൈ സൺ അഡ്രസ്സ് ചെയ്യാണ്, മകനുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനോട് പറയുന്ന വാക്കുകളാണ്. സോ ദർ ഈസ് എ ലിസ്ണർ വിച്ച് ഈസ് ഹിസ് സൺ. ഓക്കെ, സണ്ണിനോട് പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ ഇതിൽ നമ്മളുടെ പോയറ്റ് അദ്ദേഹത്തിൻ്റെ മകനെ ഒരു നല്ലൊരു വ്യക്തിയാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഒരു ലീഡർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ക്വാളിറ്റീസാണ് നിനക്ക് വേണ്ടത് എന്നുള്ളതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസയുടെ പോയറ്റിക് ഡിവൈസ് നോക്കാം. ഇനി സ്റ്റാൻസ 4 ഹൈപ്പർബലി എന്ന് വെച്ചാൽ ഒരു വാക്കുകളെ ഭയങ്കര വലുതാക്കി പറയുന്നതിന്, എക്സാജുറേറ്റ് ചെയ്തിട്ട് പറയുന്നതിനാണ്. ഓക്കെ, ആൻഡ് വിച്ച് ഇസ് മോർ യു വിൽ ബി എ മാൻ മൈ സൺ. അവിടെ മാൻ മൈ സൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സാജുറേറ്റ് ചെയ്ത് പറയാണ്. നീ ഒരു ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ നല്ലൊരു മനുഷ്യനായി എന്നുള്ള രീതിയിൽ എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ, യുവേഴ്സ് ഈസ് ദി എർത്ത് ആൻഡ് എവറിത്തിങ് ദാറ്റ്സ് ഇൻ ഇറ്റ്. നിൻ്റേതാണ് ഭൂമി മൊത്തം, അതിലുള്ളതെല്ലാം നിൻ്റേതാണ് എന്നുള്ളതും ഒരു എക്സാജുറേഷനാണ്. ദെൻ ഇതിൽ വരുന്ന പേഴ്സോണിഫിക്കേഷൻ അൺഫോർഗിവിങ് മിനിറ്റ്. ഇവിടെ മിനിറ്റിനെ ഹ്യൂമൻ ക്യാരക്ടറായിട്ടുള്ള ഫോർഗിവിങ്, അൺഫോർഗിവിങ് അതിനോട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ അൾട്ടറേഷൻ വരുന്നത് ലൈൻ 32ലാണ്. പിന്നെ റൈമിങ് വേർഡ്സ് വെർച്യൂ, ഹേർട്ട് യു, ടച്ച്, മച്ച്, മിനിറ്റ്, ഇനറ്റ്, റൺ, സൺ. സ്റ്റാൻസ 3 സിംബോളിസം. ക്രൗഡ്സ് സിംബലൈസ് കോമൺ പീപ്പിൾ, കിങ് സിംബലൈസ് ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ, ആൻഡ് ദി കോമൺ ടച്ച് സിംബലൈസ് ഹ്യൂമിലിറ്റി. അപ്പോൾ ക്രൗഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കോമൺ ആയിട്ടുള്ള ജനങ്ങളെയാണ്. കിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെയാണ്. ആൻഡ് കോമൺ ടച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് വിനയം. ഓക്കെ ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഈഫ് എന്നുള്ള പോയം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.